നമ്മൾ വീട്ടിൽ അടുക്കളത്തോട്ടമായിട്ട് ഉണ്ടാക്കിയതാണ് പച്ചക്കറി. ഒരു വീട്ടാവശ്യത്തിനുള്ള എല്ലാ പച്ചക്കറികളും വീട്ടിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ തന്നെ ബാഗിൽ ഉണ്ടാക്കിയെടുക്കാം. അത് കാബേജ്, കോളിഫ്ലവർ, തക്കാളി, വഴുതന, പിന്നെ ചീര, മല്ലിച്ചപ്പ്, പുതിന, ജർജീർ, അതുപോലെ തന്നെ പിന്നെ എല്ലാ പച്ചക്കറിയുടെ ഒരുവിധം ഐറ്റംസ് സാധനങ്ങളെല്ലാം നമ്മൾ ഇവിടെ വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെ ഒരു ചെറിയൊരു സൗകര്യമില്ലാത്ത ഒരു സ്ഥലമാണെങ്കിലും ഇത്ര പച്ചക്കറികൾ നമുക്ക് ഓരോ വീടുകളിലും ടെറസിൻ്റെ മുകളിലും അതേമാതിരി വീട്ടിലതേമാതിരി പിന്നെ കവറുകളിലും കുറഞ്ഞ സ്ഥലമായാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് വയലറ്റ് ഉണ്ട വഴുതനയാണ് നമ്മൾ ചട്ടിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിപ്പോൾ വേറെ ഇങ്ങനെ ചെറുതുണ്ടായിക്കൊണ്ട് നിൽക്കുകയാണ് വഴുതന. ഇത് അറേബ്യൻ നാട്ടിലുള്ള കൂടുതലായിട്ട് ജർജീർ എന്ന് പറഞ്ഞ സാധനമാണ്. അറബികൾ കൂടുതൽ ചിക്കന് അതുപോലെ തന്നെ ആട് ഇതെല്ലാം അവർ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഒരു സലാഡായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. ഇതിപ്പോൾ നമ്മുടെ നാടുകളിൽ ഇപ്പോൾ ഇതിൻ്റെ വിത്ത് കിട്ടാൻ തുടങ്ങി. ഒരു 3 വർഷമായി ഇപ്പോൾ ഞാനൊക്കെ ഇത് പിന്നെ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട് 3 വർഷമായി ഇപ്പോൾ ഞാൻ ഇത് കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ അത് നമ്മളിത് ചട്ടിയിലെങ്ങനെ വീടുകളിൽ ഇതേമാതിരി ചട്ടിയിൽ ഇതേമാതിരി വേസ്റ്റ് പ്ലാസ്റ്റിക്കിൻ്റെ ഇതിലൊക്കെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇതിൻ്റെ വിത്ത് ഇപ്പോൾ നമുക്ക് കോട്ടക്കൽ മാർക്കറ്റിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ ഇതിൻ്റെ വിത്ത് കിട്ടും. ഇതിൻ്റെ വിത്ത് നമുക്ക് കൊടുത്തിട്ട് നമ്മൾ പാടത്തെ മണ്ണോ അതിൽ വളപ്പൊടി ഇത്തൽ പൊടി ഇതൊക്കെ ഉപയോഗിച്ചതിൻ്റെ ശേഷം ഇതിൻ്റെ മേൽഭാഗത്ത് ഇങ്ങനെ ബദരി കൈകൊണ്ട് വെറുതെ ഇങ്ങനെ ഒന്ന് ഇളക്കിയതിൻ്റെ ശേഷം നമുക്ക് നനച്ച് കൊടുത്താൽ മതി. ഇത് നമ്മൾ പുതിന നമ്മളെ വീട്ടിൽ ആവശ്യമായ സാധനമാണ്. എല്ലാ മാംസങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ പുതിന നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനമാണ്. ഇത് മാർക്കറ്റിൽ വരുന്ന പുതിന തന്നെ നമുക്കതിൻ്റെ തണ്ട് നമുക്ക് ഇതേമാതിരി തന്നെ നല്ല മണ്ണിൽ ഈ ചെറിയ പീസാക്കിയിട്ട് ഇത് മണ്ണിൽ വെച്ച് കൊടുത്താൽ വേഗം പിടിക്കും. ഇത് ചുവന്ന ചീരയാണ് നമ്മൾ പിന്നെ ഇതേമാതിരി തന്നെ ബാഗിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇതും തന്നെ ഇതേമാതിരി മണ്ണിൽ നല്ല വളപ്പൊടിയോ കോഴിവളമൊക്കെ ചേർത്തിട്ട് ഓരോ ബാഗിലും ഇതേമാതിരി മണ്ണ് നല്ലവണ്ണം ഇളക്കിയതിൻ്റെ ശേഷം കുറച്ച് ഇത്തൽ പൊടി കൊടുത്തതിൻ്റെ ശേഷം നമ്മൾ ഈ മണലിൽ കുറച്ച് വിത്ത് എടുത്തിട്ട് ഈ കവറിൻ്റെ ഉള്ളിൽ വതച്ച് കൈ കൊണ്ട് ഇളക്കി കൊടുത്ത് നനച്ച് കൊടുക്കണം. ഇത് മല്ലിച്ചപ്പാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓരോ വീടുകളിലും ഡെയിലി നമ്മളെ പലതരത്തിലുള്ള കറികൾ ഇതേ മാംസമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഓരോരോ വീടുകളിലും നമുക്ക് മല്ലിച്ചപ്പ് ആവശ്യമാണ്. നമ്മൾ മല്ലിച്ചപ്പിൻ്റെ വിത്ത് കോട്ടക്കൽ മാർക്കറ്റിൽ കിട്ടും. ഇതേമാതിരി കവറിൽ മണ്ണ് ഉപയോഗിച്ചതിൻ്റെ ശേഷം അതിൽ മല്ലിച്ചപ്പിൻ്റെ വിത്ത് വെതറിയതിൻ്റെ ശേഷം വളപ്പൊടിയൊക്കെ കൊടുത്തതിൻ്റെ ശേഷം ഇത് നനച്ച് കൊടുത്താൽ ഇത് കണ്ട ഇതാണ് മല്ലിച്ചപ്പ്. ഇത് വളരണുള്ളൂ, ചെറിയ ചെടിയാണ്. ഇതാണ് തക്കാളി. ഇതേമാതിരി തന്നെ ഓരോ ബാഗിൽ ഓരോ തൈകളാണ് നമ്മൾ നടുന്നത്. ധാരാളം തക്കാളി, കിലോ കണക്കിന് തക്കാളി ഓരോ മുരടിൽ നിന്നും നമുക്ക് കിട്ടും. ഇതിപ്പോൾ പഴുത്ത് കുറേ അറുത്ത് ഒരുപാട് കവറിൽ നമ്മൾ ഉണ്ട്. ഇത് നീണ്ട വഴുതനയാണ്. ഇതിമെന്നൊക്കെ ഇപ്പം നമ്മൾ അറുത്തതാണ്. ഇവിടെയൊക്കെ കാണുന്ന ഓരോ കമ്പിൽ നിന്നും നമ്മൾ കട്ട് ചെയ്ത് അറുത്താണ്. ഇത് ചെറുതാണ്, ഇത് അറക്കാനാവുള്ളൂ. ഇത് 4 ദിവസം കൂടി കഴിഞ്ഞാൽ അറക്കാനുള്ളൂ. ഏകദേശം ഒരു മുളം വലുപ്പമൊക്കെ ആവും ഈ വഴുതന. ഇത് കേബേജാണ്. ഇത് വലുതായി വലിയ ബോളുമാതിരി വന്ന് നമുക്കൊരു 1.5 കിലോ 2 കിലോ ഒക്കെ വലുപ്പം വരും. ഇതിപ്പോൾ ഇങ്ങനെ ഉരുണ്ട് ഇതെല്ലാം കൂടി വരുന്നുള്ളൂ. ഇത് പലരും പറയും എന്താ സംഭവിച്ചാൽ ഇതിന് ഡബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കണം ഇങ്ങനെ കൂടി വരണമെങ്കിൽ. ആദ്യം ഡബ്ബർ ബാൻഡ് ഇട്ടാലേ ഇങ്ങനെ കൂടി വരുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ ഒന്നും ആവശ്യം ഇതിനില്ല. ഇതിന് കൂടുതൽ കോളിഫ്ലവറിന് കേബേജിന് നമുക്ക് വേണ്ടത് തണുപ്പാണ്. ഇപ്പോൾ കൂടുതൽ ഭയങ്കര ചൂടാണ്. ഇതിപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് നമുക്കിത് 2 മാസം മുപ്പിട്ട് നമുക്കിത് കൃഷി എടുക്കേണ്ടതാണ്. നല്ല തണുപ്പിലെ കോളിഫ്ലവറും കേബേജും നമ്മുടെ നാട്ടിലുണ്ടാവുള്ളൂ. ഓരോരോ വീടുകളിലും കേബേജും കോളിഫ്ലവറും ഒക്കെ നമുക്ക് ഇതേമാതിരി ഇഷ്ടം പോലെ കവറിൽ നമുക്ക് എല്ലാ സാധനവും ഒരു വീട്ടാവശ്യത്തിനുള്ളത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് ക്യാപ്സിക്കം മുളകാണ്. വലുതായി അത് വലിയ നമ്മൾ എന്താ വെച്ചാൽ 200-250 ഗ്രാമൊക്കെ വലിയ മുളകായി വരും. അപ്പോൾ ഒന്നാമത്തെ ചൂടിൻ്റെ പ്രശ്നം ചെറുതായി ഇങ്ങനെ വളർന്നു വരുന്നുള്ളൂ. ഇത് നമ്മളെ ഈത്തപ്പഴത്തിൻ്റെ മരമാണ്. അത് ഇപ്പോൾ 2 കൊല ഇട്ടിട്ടുണ്ട്. എത്ര കണ്ടിപ്പോൾ നമ്മൾ പിടിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അതിന് പൂങ്കലൊക്കെ വെച്ച് കെട്ടി കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അത് ഇതേമാതിരി എല്ലാവരും 8-10 വെച്ചിട്ട് നമ്മളതിൽ ഒരു 5-6 ഈത്തപ്പഴത്തിൻ്റെ കൊല ഉണ്ട്. നല്ല കൊലയാണ്.
പിടിച്ച് കിട്ടിയാൽ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ടാവും. മഴക്കാലത്താണ്, ഇതിൻ്റെ ഇടയ്ക്ക് മഴക്കാലത്താണ് കുലച്ചത്. ഇപ്പോൾ അത് നല്ല ചൂട് ടൈമാണ്, എത്ര കണ്ട് പിടിക്കുമെന്നറിയില്ല. കോട്ടക്കൽ ബൈപ്പാസ് പാടത്ത് നമ്മൾ വയലിൽ സൂര്യകാന്തി പൂവ് കൃഷി ചെയ്തതാണ്. അതിന് വെള്ളമില്ലാതെയാണ് നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളത്. പലവരും പല രീതിയിലാണ് കൃഷി ചെയ്യുന്നത് സൂര്യകാന്തി പൂവ്. അത് വെള്ളം നനച്ച് കൊടുത്തിട്ടാണ് കൃഷി ചെയ്യുന്നത്. ഇത് വെള്ളമില്ലാതെ നമ്മൾ പാടത്ത് മകരക്കൊയ്ത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ മണ്ണിലെ ഈർപ്പം നോക്കിയിട്ട് സൂര്യകാന്തിൻ്റെ വിത്ത് വിതച്ചതിന് ശേഷം അത് പൂട്ടുകയാണ് ചെയ്യുന്നത്. ഇതിനൊരു തുള്ളി പോലും വെള്ളം വേണ്ട എന്നാണ് സൂര്യകാന്തി പൂവിന്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതാണ് സൂര്യകാന്തി പൂവ് വെള്ളമില്ലാതെ നമ്മൾ കൃഷി ചെയ്തു എന്ന് തെളിയിക്കുകയാണ്. സൂര്യകാന്തി പൂവിന് വെള്ളം വേണ്ട എന്നുള്ളത്, മണ്ണിൻ്റെ ഈർപ്പത്തിന് മാത്രം അത് വലിച്ചെടുത്തിട്ട് വളരുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരാളെ വലുപ്പത്തിലേറെ വെള്ളം ഇല്ലാച്ചിട്ട് ഒരാളെ വലുപ്പത്തിലേറെ സൂര്യകാന്തി പൂ ആ സൈഡിലൊക്കെ ഉണ്ട്. ഇത് നമ്മൾ കമ്പം എന്ന് പറയും. ഇത് ചോളാണ് ശരിക്കും ഇതിന് പറയൽ. ഇത് നമ്മൾ ഇപ്പോൾ ഈ വെറൈറ്റി ഇറങ്ങിയ മഞ്ഞ ചോളം ഉണ്ടല്ലോ, അതാണ് ഇത്. മഞ്ഞ നല്ല സ്മൂത്തായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിന് പ്രത്യേക വിലയാണ്. മഞ്ഞ ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മളെ മറ്റേ സാധാ കമ്പം എന്ന് പറഞ്ഞ ചോളം ഉണ്ടാക്കിയിട്ടുണ്ട്, അതാണിത്. ഇതൊക്കെ ഇപ്പോൾ കാഴ്ച ഇറക്കാനായി ഒരാഴ്ച കഴിഞ്ഞാൽ. ഇത് നമ്മൾ തണ്ണിമത്തം കൃഷി ചെയ്താണ്. ഉള്ള് പിന്നെ ചുവപ്പുള്ള സാധാ വലിയ തണ്ണിമത്തനാണിത്. ഇതൊക്കെ നമ്മൾ അറുത്തതിൻ്റെ ശേഷമുള്ള ഇതാണിത്. രണ്ടിനം തണ്ണിമത്തം നമ്മൾ ഇത്തവണ കൃഷി ചെയ്തിട്ടുണ്ട്. ഒന്ന് ഒന്ന് ഇറാനി തണ്ണിമത്തൻ. അതാണ് ഇറാനി തണ്ണിമത്തനാണ് നമ്മളെ ഈ കാഴ്ചക്കൊണ്ടൊക്കെ വലുപ്പമുള്ള ഇറാനി തണ്ണിമത്തൻ ഒക്കെ നമ്മൾ അറുത്തുപോയി. സമാമ് നമ്മളിവിടെ ആരും ഉണ്ടാക്കലില്ല. സമാമാണിത്. ഇത് നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ സമാമ് ഉണ്ടാക്കുന്നത്. ഇത് വലുതായി 15 ദിവസം കഴിഞ്ഞെങ്കിലേ ഇതിൻ്റെ വലിപ്പം വരുള്ളൂ. ഇതാണ് സമാമ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇതിൻ്റെ വിത്ത് കിട്ടുന്നത്. ഇത് പിന്നെ നമ്മളെ വെള്ളരിമത്തം എന്നറിയും. ക്യാരറ്റിൻ്റെ കളറാണിത്. ക്യാരറ്റിൻ്റെ കളറാണ് മത്തനൊക്കെ. പക്ഷേ അതിന്മേൽ ഒരു വെള്ള ലൈൻ ഇങ്ങനെ ഉണ്ടാവും. വെള്ളരിമത്തം എന്നറിയും. 1 കിലോൻ്റെ മേലൊക്കെ കസ്റ്റ് ചെയ്ത് വലിപ്പം വരുള്ളൂ. പക്ഷേ നല്ല കായ, ഇഷ്ടം പോലെ നല്ല കായ ഇതുണ്ടാവും. ഇതാണ് വെള്ളരിമത്തം എന്ന് പറഞ്ഞത്. ചിരങ്ങ, നമ്മളെ നാടൻ ചിരങ്ങിപ്പെട്ട നല്ല ഇനത്തിൽപ്പെട്ട ചിരങ്ങിന് നല്ല കായ ഉണ്ടാവും. ഇതൊക്കെ ഇപ്പോൾ ഇന്ന് ഇറക്കേണ്ടതാണ് ചിരങ്ങയാണ്. ഇത് നമ്മൾ പച്ചച്ചീര ഇവിടെ നിന്നൊക്കെ പറിച്ച് വലുതൊക്കെ പറിച്ച് ഇപ്പോൾ ഇത് ചെറിയ ചീരയാണ്. ഇനിയിപ്പോൾ ഇത് 4 ദിവസം കഴിഞ്ഞാൽ ചെറുതെല്ലാം പിന്നെന്താവും വലിയ ചീരയായി കഴിഞ്ഞാൽ പറിക്കും. ഇത് നമ്മൾ ചുവന്ന ചീര. ഇപ്പോൾ ഈ പ്രാവശ്യത്തെ അതിഭയങ്കരമായ ശക്തമായ ചൂടായതുകൊണ്ട് വളർച്ച എല്ലാ ചെടിക്കും കമ്മിയാണ്. ഇവിടെ നമ്മൾ ഇട്ടതിൻ്റെ ശേഷം അതാണ് ഇത്ര വളർച്ച കമ്മി. അതിശക്തമായ ചൂടാണ്. ഇത് ചുവന്ന ചീര. ഇനി നമ്മൾ 4 വർഷത്തോളമായിപ്പോൾ നമ്മൾ ജർജീർ ചെയ്യണം. ജർജീർ ഇതിൻ്റെ പുല്ലെന്താ പറിച്ച് മാറ്റാത്തെന്ന് ചോദിക്കും. ഇത് ശക്തമായ ചൂടാണ്. അപ്പോൾ ഈ ചൂടിനെ താങ്ങാൻ ഏറ്റവും നല്ല ഇതിൻ്റെ ഉള്ളിലൊരു പൊതിഞ്ഞു കൊടുക്കണമാതിരി നല്ല തണുപ്പാണ്. ഇതാണ് നമ്മൾ ജർജീർ എന്ന് പറഞ്ഞ സാധനം നമ്മൾ കൃഷി ചെയ്തിട്ടുള്ളത്. ജർജീർ. ഇപ്പോൾ ജർജീറിന് ഭയങ്കര പേരും പ്രസിദ്ധിയായി. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇതൊക്കെ ഫുള്ള് ജർജീറാണ്. കാരണം ഈ പുല്ല് പറിച്ച് മാറ്റാത്തതിൻ്റെ കാരണം ഇത് പറിച്ച് മാറ്റിയാൽ ചൂട് കൂടും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇത് ഇനി കുറച്ചും കൂടി പറിക്കാനുള്ള. അപ്പോൾ അതുകൊണ്ടാണ് ഇതിങ്ങനെ പുല്ല് നിർത്താനുള്ള കാരണം. ഇതാണ് ഇതിൻ്റെ ചെടി. ഈ ചെടിയുടെ ഈ ഭാഗത്ത് നമ്മൾ ഇത് മുറിച്ചെടുത്താൽ പിന്നെ ഇതിമേ ഇലച്ചുണ്ടാവും. അതാണ് ജർജീർ. ഇത് അറേബ്യൻ നാടുകളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കാൻ തുടങ്ങി. ക്യാറ്, കുക്കുംബറാണ് നമ്മൾ ഇതിൽ കൃഷി ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ നമ്മളൊരുപാട് അറുത്ത് വള്ളിയൊക്കെ നല്ല മൂത്ത് തുടങ്ങി.